നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ കർണനല്ല കാലനാണ് കെ രാഗേഷ്. കണ്ണൂർ CPM-ൽ വിജയന്റെ പെട്ടിതാങ്ങികളെ ചവിട്ടി പുറത്താക്കാൻ ഒരു കൂട്ടം ഒരുമിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രൈവറ്റ് സെക്രട്ടറി കസേരയിൽ ഇരുന്ന് CM ഓഫീസിന്റെ വളയം പിടിച്ചവരിൽ പ്രധാനിയാണ് രാഗേഷ്. CPM-ന്റെ പടുതോൽവിക്ക് കാരണക്കാരിൽ ഒരാൾ കൂടിയാണ് രാഗേഷ്. കാരണം പിണറായിയെ പാതാളക്കുഴിയിലേക്ക് തള്ളുന്നതിൽ മുൻപന്തിയിലായിരുന്നു ഈ മാന്യദേഹം ഉണ്ടായിരുന്നത്. പിണറായി വിജയൻ ധാർഷ്ട്യക്കാരനാണല്ലോ. ആ ധാർഷ്ട്യക്കാരനായ പിണറായിയെ സുഖിപ്പിച്ചും പൊക്കിയടിച്ചും കുമ്മിയടിച്ചുമൊക്കെ രാഗേഷ് വല്ലാണ്ടങ്ങ് വളർന്നിരുന്നു. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കസേരയിലേക്ക് ചുളിവിൽ സ്ഥാനക്കയറ്റം കിട്ടിയത് വിജയന്റെ കാല് നക്കിയിട്ടാണ് എന്ന് CPM-ൽ തന്നെ അടക്കം പറച്ചിലുണ്ട്. കണ്ണൂർ CPM വൻ പൊട്ടിത്തെറിയുടെ വക്കിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. രാഗേഷിനെതിരെയും വിരൽ ചൂണ്ടി ഒരു കൂട്ടം നേതാക്കൾ രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിരൽ ചൂണ്ടുന്നത് രാഗേഷിന് നേരെയാണെങ്കിലും ചെന്നുകൊള്ളുന്നത് പിണറായിക്കിട്ടാണ്. രാഗേഷിനെ പോലെയുള്ളവരെയും പിണറായിയെയും MV ഗോവിന്ദനെയും ഒക്കെ ചവിട്ടി പുറത്താക്കി ഒരു ശുദ്ധീകരണം വേണം എന്നുള്ള ആവശ്യം കുറെ കാലമായിട്ട്, പ്രത്യേകിച്ച് തോൽവിക്ക് ശേഷം ഉയർന്നു വരുന്ന ഒരാവശ്യമാണ്. ഇപ്പോൾ കെ രാഗേഷിനെതിരെ വലിയ രീതിയിലാണ് വിമർശനങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ പൊക്കിയടിക്കുന്നതിൽ പ്രധാനിയായിരുന്നു കെ രാഗേഷ് എന്ന് പറഞ്ഞിരുന്നല്ലോ. പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുമ്മിയടിച്ച് ട്രോളന്മാരുടെ വായിലേക്ക് പിണറായിയെ കൊണ്ടിട്ടുകൊടുത്തത് ഈ പറയുന്ന രാഗേഷും കൂട്ടരുമൊക്കെയാണ്. പിണറായി പറയും, പാർട്ടി കേൾക്കും. ഇതായിരുന്നല്ലോ മുൻപുണ്ടായിരുന്ന ഒരു ശൈലി. എന്നാൽ ആ ശൈലി ഇപ്പോൾ പാടെ വെട്ടുകയാണ് മുതിർന്ന നേതാക്കൾ. CPM എന്ന പ്രസ്ഥാനത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ധാർഷ്ട്യക്കാരെയും ധാർഷ്ട്യക്കാരുടെ പെട്ടിതാങ്ങികളെയും ഒക്കെ ചവിട്ടി പുറത്താക്കണമെന്ന് മുതിർന്ന നേതാക്കൾക്ക് ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം വെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് കെ രാഗേഷിനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പിണറായി വിജയന്റെ 1-ാം നമ്പർ അടിമയാണ് കെ രാഗേഷ്. പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് രാഗേഷ് അനങ്ങില്ല. മുഖ്യമന്ത്രിയായി പിണറായി ഇരുന്ന കാലത്തൊക്കെ തന്നെ പിണറായിയെ ഇങ്ങനെ PR വർക്കിലൂടെ പൊലിപ്പിച്ച് കാണിക്കുന്നതിന് കെ രാഗേഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പിണറായിയെ പൊക്കിയടിക്കാൻ എന്തൊക്കെയാണോ കെ രാഗേഷിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൂട്ടിയത്, അതെല്ലാം പിണറായിയെ വളഞ്ഞിട്ട് തല്ലാൻ വഴിയൊരുക്കി എന്നതാണ് പറയേണ്ടത്. ഇപ്പോൾ CPM-ന് അധികാരം പോയതും മുഖ്യമന്ത്രി VD സതീശൻ ഷൈൻ ചെയ്യുന്നതുമൊക്കെ കണ്ടു നിൽക്കാൻ രാഗേഷിന് കഴിയുന്നില്ല. മുഖ്യമന്ത്രി VD സതീശനെ അടിക്കാൻ രാഗേഷ് പ്രയോഗിച്ച വടി പിണറായിക്കിട്ടാണ് കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സതീശനെതിരെ രാഗേഷ് ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. കയ്യടി കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷേ മടലിനാണ് കമ്മികളെ ജനം പെറുക്കിയെടുത്തിട്ട് തല്ലിയത്. രാഗേഷിന്റെ പോസ്റ്റ് പിണറായിയുടെ നെഞ്ചത്തിട്ടാണ് പൊട്ടിയത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കുറിപ്പ്. പൊതുപ്രവർത്തകരെയൊക്കെ വിരട്ടി നിർത്താമെന്ന് കരുതരുത്. താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, മഹാരാജാവല്ല എന്ന് തള്ളിക്കൊണ്ടായിരുന്നു രാഗേഷ് കുറിപ്പ് പങ്കുവച്ചത്. ഇതോടെ കഴിഞ്ഞ 10 വർഷത്തെ വിജയന്റെ രാജാവ് കളി ജനം വലിച്ചു പുറത്തേക്കങ്ങിട്ട് ചവിട്ടിക്കൂട്ടി. പിണറായിയെ ട്രോളന്മാരുടെ വായിലേക്ക് ഇട്ടുകൊടുത്തത് രാഗേഷ് ആയിരുന്നു. രാഗേഷ് പങ്കുവച്ച കുറിപ്പിലെ ചില ഭാഗങ്ങളാണ് പിണറായിയെ എയറിൽ കയറ്റിയത്. അതെന്താണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ശബ്ദമുയർത്തി ചോദിക്കുമ്പോൾ ഇത്രമാത്രം അസഹിഷ്ണുത എന്തിനാണ് മുഖ്യമന്ത്രി VD സതീശ? ഇതായിരുന്നു ഒരു ചോദ്യം. ഇതിന് മറുപടിയായിട്ട് കെ രാഗേഷിനോട് എല്ലാവരും പറഞ്ഞത്, സ്വന്തം പാർട്ടിക്കാരൻ എഴുന്നേറ്റ് നിന്ന് CMA ഒരു ചോദ്യമെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞത് ആരായിരുന്നു എന്ന് കെ രാഗേഷിന് ഈ പോസ്റ്റിന്റെ താഴെ കമന്റുകൾ ഉണ്ടായിരുന്നു. പത്രസമ്മേളനങ്ങളിൽ ചോദ്യം ചോദിക്കുന്ന അപൂർവം ചില മാധ്യമങ്ങളെ വിരട്ടുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് താങ്കളുടെ ശൈലിയായി മാറിയിട്ടുണ്ട് സതീശ. പൊതുപ്രവർത്തകരെയൊക്കെ അത്തരത്തിൽ വിരട്ടി നിർത്താമെന്ന് കരുതരുത്. താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, മഹാരാജാവല്ല. താങ്കൾ ഉപയോഗിച്ച വാക്കുകൾ, ശരീരഭാഷ തുടങ്ങിയവയൊന്നും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന രീതി ആയിരുന്നില്ല എന്ന് തുറന്നു പറയട്ടെ. സ്വന്തം പാർട്ടിയിലെ കമന്റ് തൊഴിലാളികൾക്കും സൈബർ ഗുണ്ടകൾക്കുമാണ് ആ ഭാഷ ഇണങ്ങുക എന്ന് വിനയപൂർവം ഓർമ്മിപ്പിക്കട്ടെ. സതീശനെ അടിച്ചിരുത്താൻ രാഗേഷ് കുറിച്ച ഈ വരികളൊക്കെ വിജയന്റെ മൂട്ടിലാണ് വന്നു പൊട്ടിയത്. കാരണം മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്നും മാധ്യമങ്ങൾ വീട്ടിൽ പോയി ചോദിക്കെന്നും ദേശാഭിമാനിക്കും കൈരളിക്കും മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ അനുമതി കൊടുത്തതുമൊക്കെ ആരായിരുന്നു, ആരുടെ കാലത്തായിരുന്നു രാഗേഷെ? അതൊക്കെ കൂടി നിങ്ങൾ പറയണം. ഇവിടെ ഏറ്റവും വലിയ രാജാവ് കളിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ വിജയനും കൂട്ടരും മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നത്. ഈ കമൻറ്റുകളെല്ലാം തന്നെ രാഗേഷിൻ്റെ ഈ പോസ്റ്റിന് താഴെ ഉണ്ടായിരുന്നു.
കഴിഞ്ഞ 10 വർഷം നിങ്ങൾ കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു? അതിനുള്ള മറുപടിയാണ് ജനങ്ങൾ നിങ്ങൾക്ക് തന്നത് എന്നും വീണ്ടും ഇമാതിരി ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ട് കൈ കഴുകാനാണ് തീരുമാനമെങ്കിൽ ഇനി അങ്ങോട്ട് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാനായിരിക്കും വിധിയെന്നും പോസ്റ്റിന് താഴെ രാഗേഷിന് മറുപടികൾ തുരുതുരാ ഉണ്ടായിരുന്നു. പക്ഷേ എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും അതിൽ നിന്ന്, അതായത് ഇവർ പിടിച്ച മീറ്ററിൽ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. കാരണം ധാർഷ്ട്യമാണല്ലോ മുടി മുതൽ അടി വരെ. എന്തായാലും ഇട്ട പോസ്റ്റ് മുക്കി ഓടാനും കഴിയാത്ത ഗതികേടിൽ രാഗേഷ് നാറിപ്പുഴുത്തു. രാഗേഷിന്റെ പോസ്റ്റിൽ എയറിലായ പിണറായി രാഗേഷിനെ നോക്കി കണ്ണുരുട്ടുകയും ചെയ്തു. പാർട്ടി സെക്രട്ടറി കസേരയിലേക്കൊക്കെ കയറാൻ നോട്ടമിട്ടിരിക്കുന്ന ആളാണ് KK രാഗേഷ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ കാല് നക്കി ഇങ്ങനെ നടക്കുന്നത് എന്നും വലിയ പരിഹാസം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമാണ്. KK രാഗേഷും പാർട്ടിയുടെ അടിത്തറ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയെ വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ട് തള്ളുന്നതിൽ ഒരു പ്രധാനി കൂടിയാണ് ഈ KK രാഗേഷ്. രാഗേഷിനെതിരെ വലിയ വിമർശനങ്ങൾ പാർട്ടിയിൽ ശക്തമാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ തെരഞ്ഞെടുത്തതിൽ CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി ലഭിച്ചിരുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വന്നിരുന്നു. സംഘടനാ മര്യാദ പാലിക്കാതെയാണ് KK രാഗേഷിനെ തെരഞ്ഞെടുത്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി വന്നത്. ജില്ലാ കമ്മിറ്റി അംഗം അല്ലാത്തയാളെ എങ്ങനെ ജില്ലാ സെക്രട്ടറി ആക്കിയെന്ന് വ്യക്തമാക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് പരാതി നൽകിയത് എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. ഇമെയിൽ മുഖാന്തരമാണ് പരാതി അയച്ചത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാഗേഷിനെ പിന്നീട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിൽ അന്ന് തന്നെ പാർട്ടിയിൽ പല ഘടകങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പരസ്യമായി അത് ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. പാർട്ടി കോട്ടയെന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉൾപ്പെടെ കനത്ത പരാജയം നേരിട്ടതോടെ രാഗേഷിനെതിരെ വിമർശനവും ശക്തമാകുകയാണ്. രാഗേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾക്ക് താഴെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ധനരാജിനെ അനുസ്മരിച്ച് പങ്കുവച്ച കുറിപ്പിന് താഴെ ഉൾപ്പെടെ വലിയ അമർഷങ്ങൾ പ്രകടമായിരുന്നു. CPMകാർ തന്നെയായിരുന്നു രാഗേഷിനെ ചവിട്ടി പുറത്താക്കണമെന്ന് അങ്ങനെ കമന്റുകൾ പങ്കുവച്ചതും. വിഴിഞ്ഞം ഓഹരി വിവാദത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ രാഗേഷ് കത്തിക്കയറുകയായിരുന്നു. എന്നാൽ ഈ വിഷയം ഏറ്റെടുക്കാൻ CPMലെ മുതിർന്ന നേതാക്കൾ തയ്യാറായില്ല. പിണറായി വിജയനും ഗോവിന്ദനും രാഗേഷും മാത്രമായിരുന്നു ആ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നത്. മറ്റാരും അത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിന് ഒരു കാരണമുണ്ട്. അദാനി വിഷയത്തിൽ വിജയൻ എപ്പോൾ വേണമെങ്കിലും പ്ലേറ്റ് മാറ്റാമെന്ന് മുതിർന്ന നേതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് അവർ മൗനം പാലിക്കുന്നത്. അദാനിയുമായി ഡീൽ ആർക്കായിരുന്നുവെന്നും വഴിവിട്ട നീക്കങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന് ആരുടെ കാലത്താണ് നടന്നത് എന്നൊക്കെ സഖാക്കൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സംബന്ധിച്ച KK രാഗേഷിന്റെ പ്രതികരണം കണ്ണൂരിലെ CPM നേതാക്കൾ തള്ളിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വിഴിഞ്ഞം തുറമുഖം ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് KK രാഗേഷ് നടത്തിയ പ്രസ്താവന കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ തള്ളിയതോടെ പാർട്ടിക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തുവന്നു. പിണറായി വിജയനും MV ഗോവിന്ദനും ഓഹരി ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിക്കുമ്പോൾ കുറച്ചുകൂടി ഊന്നിപ്പറയുകയാണ് KK രാഗേഷ് ചെയ്തത്. ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നുവെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അത് അവർ വ്യക്തമാക്കട്ടെ എന്നും അഴിമതി ആരോപണം ഉന്നയിക്കാൻ താനില്ല എന്നുമായിരുന്നു EP ജയരാജൻ പറഞ്ഞത്. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലും ഇല്ല ദുനിയാവിലും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുത് എന്നായിരുന്നു PK ശ്രീമതി രാഗേഷിന് മറുപടി കൊടുത്തത്. പോർട്ട് MDയെ മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ല എന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. ഇവർ KK രാഗേഷിനെ തള്ളിയത് പ്രവർത്തകരെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. പിണറായി വിജയനും MV ഗോവിന്ദനും പറയുന്നത് പാർട്ടി നിലപാടായി സ്വീകരിക്കുന്ന രീതിയിൽ നിന്ന് ഒരു വിഭാഗം വഴിമാറിയതിന്റെ സൂചനയാണ് രാഗേഷിനെതിരെ ഉണ്ടായിരുന്ന ഈ പ്രതികരണങ്ങൾ. പിണറായി വിജയന്റെ വിശ്വസ്തനായാണ് KK രാഗേഷ് അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാഗേഷിനെ പിന്നീട് ജില്ലാ സെക്രട്ടറിയായി നിയമിക്കുകയായിരുന്നു. അതിന്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചത് പിണറായി വിജയൻ തന്നെയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒരു കാലത്തും തോൽക്കാത്ത പയ്യന്നൂരിൽ ഉൾപ്പെടെ തോറ്റതോടെ രാഗേഷിനെതിരെ അണികൾ പരസ്യമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നേതാക്കളും രാഗേഷിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പിണറായിക്ക് വേണ്ടി വിടുവേല ചെയ്യുകയും പിണറായിക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരാളായി KK രാഗേഷ് മാറിയിരിക്കുന്നു എന്നാണ് നേതാക്കൾ പോലും പരിഹസിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ തിരിച്ചടിക്ക് കാരണക്കാരെന്ന് അണികൾ പറഞ്ഞവരുടെ പേരുകളിൽ മുൻപന്തിയിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷും ഉണ്ടായിരുന്നു. രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട് ധനരാജിനെ അനുസ്മരിച്ചുകൊണ്ട് KK രാഗേഷ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഈ കുറിപ്പിന് താഴെയും CPMകാർ തന്നെ വന്ന് KK രാഗേഷിനെ തെറിവിളിക്കുകയായിരുന്നു. ആ പാവത്തിനെ വിറ്റ പൈസ മുക്കിയിട്ട് വേദാന്തം പറയല്ലേ രാഗേഷേ,
തെറ്റുപറ്റാത്ത മനുഷ്യരില്ല, അത് തിരുത്താൻ ഈഗോ സമ്മതിക്കാത്തതാണ് പാർട്ടിയെ തോൽവിയിലെത്തിച്ചത്. പിരിച്ച പണത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് പോരെ ഇനി അങ്ങോട്ട് എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ. ഇതിനു മുൻപ് രാഗേഷ് ഫേസ്ബുക്കിൽ ഇടുന്ന ഓരോ പോസ്റ്റുകൾക്ക് താഴെയും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പിണറായി വിജയനും എം വി ഗോവിന്ദനും പറയുന്നത് മാത്രമായിരുന്നു പാർട്ടി നയം എന്ന രീതി കിളക്കം തട്ടിയിരിക്കുന്നുവെന്നാണ് അടുത്തിടെ ഉണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. തെറ്റ് തിരുത്തി വന്നാൽ ടി.കെ. ഗോവിന്ദനെയും വി. കുഞ്ഞികൃഷ്ണനെയും തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കുമെന്ന് എം. വി. ജയരാജൻ പറഞ്ഞതും വിവാദമായിരുന്നു. എന്നാൽ എം വി ഗോവിന്ദൻ കണ്ണുരുട്ടിയതോടെ ജയരാജൻ നിലപാട് മാറ്റി. CPM-ൽ ഒറ്റക്കെട്ടായ നിലപാടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കൾ പല തട്ടിൽ നിന്ന് പ്രതികരിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. ഇതിനിടെ ഈ വിഷയം അങ്ങ് വലിയ രീതിയിൽ വിവാദമായതോടെ, അതായത് രാഗേഷിനെ ചവിട്ടി പുറത്താക്കാനുള്ള ഒരു നീക്കം ശക്തമാകുന്നു എന്ന് വ്യക്തമായതോടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗത്ത് വന്നു. ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ തെരഞ്ഞെടുത്തത് ഐക്യകണ്ഠേനയാണ്. കെ രാഗേഷിനെ സെക്രട്ടറിയാക്കിയതിനെതിരെ നേതൃത്വത്തിന് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ പരാതി നൽകിയെന്ന റിപ്പോർട്ട് ശരിയല്ല എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ മാധ്യമങ്ങൾ തുടർച്ചയായി നിർമ്മിത കഥകൾ ചമയ്ക്കുകയാണെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നത്. ജില്ലാ സെക്രട്ടറിയെ നിയമിച്ചതിനെതിരെ ദേശീയ നേതൃത്വത്തിന് ജില്ലയിലെ ചില നേതാക്കൾ പരാതി നൽകി എന്നാണ് വ്യാജ നിർമ്മിതി. ആരാണ് പരാതി ഉന്നയിച്ചത്, ആർക്കാണ് അയച്ചത് എന്നൊന്നും അതിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ഏതോ കേന്ദ്രത്തിൽ നിന്നും ബോധപൂർവം ഇത്തരം വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. CPM-ൽ ജില്ലാ സെക്രട്ടറിയെ നിയമിക്കലല്ല, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ണൂരിൽ ഐക്യകണ്ഠമായാണ് ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. എന്നിട്ടും CPM സംഘടനാ രീതിയെ അപഹസിക്കുന്ന നിലയിൽ വാർത്തകൾ ഉണ്ടാക്കുന്നത് ബോധപൂർവമാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. പാർട്ടി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കെ രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കി എന്ന പരാതി ജില്ലയിലെ ഒരു പക്ഷം ജനറൽ സെക്രട്ടറി MA ബേബിക്ക് നൽകി എന്നായിരുന്നു റിപ്പോർട്ട്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന രാഗേഷിനെ സെക്രട്ടറി ആക്കിയത് ചട്ടവിരുദ്ധമാണ് എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. മുതിർന്ന അംഗം എന്ന നിലയ്ക്കാണ് രാഗേഷിനെ നിയമിച്ചത് എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് രാഗേഷിനെതിരെ ജില്ലയിലെ ഒരു വിഭാഗം ശക്തമായി ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകർ എന്ന വ്യാജേന ഒരു കൂട്ടരാണ് രാഗേഷിനെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്നും ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്നും കണ്ണൂർ CPM-ൽ ഒരു പൊട്ടിത്തെറിയും വിള്ളലുമില്ല എന്നൊക്കെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വെച്ചലക്കുന്നത്. എന്നാൽ മുതിർന്ന നേതാക്കളൊക്കെ രാഗേഷിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട്. CPM-ൽ ഒരു പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടത്തെ ചവിട്ടി പുറത്താക്കണമെന്നുള്ള ആവശ്യം ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.